തീർന്നു. അതിനുശേഷം അവർ 48 മണിക്കൂർ ഒബ്സർവേഷൻ വെച്ചു. പറയാനൊക്കെ എളുപ്പമാണ്, പക്ഷേ മനസ്സിന് ദൈവം എനിക്ക് ധൈര്യം തന്നു. എന്നെ കാണുന്നവർ പ്രിയപ്പെട്ടവരെല്ലാം അവർ വളരെ ദയനീയമായിട്ട് നോക്കുന്നതും ശക്തമായി പ്രാർത്ഥിക്കുന്നത് കാണുവാനിടയിൽ തീർന്നു. അപ്പോഴും ഞാൻ മരണാവസ്ഥയിൽ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഫീലിങ്ങിലാണ് എൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം എനിക്ക് കാണാൻ പറ്റുന്നില്ല അത്രമാത്രം. ഇടയ്ക്ക് ഡോക്ടർമാർ വന്ന് എൻ്റെ അളവെടുക്കുന്നുണ്ട്, കാരണം നീര് കുറയുന്നുണ്ടോ എന്നൊക്കെ എടുക്കുവാനിടയായി തീർന്നു. അതിനുശേഷം 3-ാമത്തെ ദിവസം എനിക്ക് ശരീരത്തിൽ അങ്ങനെ നീണ്ട മണിക്കൂർ ഓപ്പറേഷൻ ചെയ്തു. 48 മണിക്കൂർ ഒബ്സർവേഷനിലാക്കുവാൻ ഇടയായി തീർന്നു. പിന്നീട് എന്നെ 3-ാമത്തെ ദിവസം എനിക്ക് ശരീരത്തിൽ ബില്ലൂറിയം പിടിക്കുവാൻ ഇടയായി തീർന്നു. അന്നേരം എനിക്ക് മനസ്സിലായി മഞ്ഞപ്പിത്തത്തിൻ്റെ വേറൊരു വകുപ്പാണല്ലോ എൻ്റെ ശരീരത്തിൽ കയറിയിരിക്കുന്നത്. പെട്ടെന്ന് ഞാൻ വെച്ചു ബ്ലഡ് കയറ്റിപ്പോൾ എൻ്റെ ശരീരത്തിൽ അങ്ങനെ കയറാൻ സാധ്യതയുണ്ടെന്ന്. ഒരു ഡോക്ടറോട് ഞാൻ എന്നെ ചെക്കപ്പ് ചെയ്തപ്പോൾ എൻ്റെ വിശേഷണങ്ങളൊക്കെ ചോദിക്കാൻ വന്നപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് എനിക്ക് ബില്ലൂറിയം പിടിച്ചത്? ഇതുവരെ ദൈവത്തിൻ്റെ കൃപ മറ്റു രോഗങ്ങളോ പ്രയാസങ്ങളോ ഒന്നുമില്ലായിരുന്നു, എന്തുകൊണ്ട് ഈ സമയം 3 ദിവസത്തിനുള്ളിൽ ബില്ലൂറിയം പിടിച്ചു? അപ്പോൾ ഡോക്ടർ പറയാനിടയായി തീർന്നു, തൻ്റെ ലിവറും കിഡ്നിയും പൊട്ടലും ഉണ്ടായി, അതിൻ്റെ തകരാറ് പ്രവർത്തന നിമിത്തമാണ് എനിക്കിങ്ങനെ ബില്ലൂറിയം പെട്ടെന്ന് പിടിക്കുവാനിടയായി തീർന്നു പറയാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, 3-ാമത്തെ ദിവസവും ദൈവത്തിൻ്റെ കൃപയാൽ വീണ്ടും ചെക്കപ്പ് ചെയ്തപ്പോൾ അത് തൽക്ഷണം അവിടുന്ന് ഒരു കണിക പോലും ഇല്ലാത്ത രീതിയിൽ ദൈവം എനിക്ക് സൗഖ്യമാക്കി തന്നു. അങ്ങനെ അവിടെയും എനിക്ക് സൗഖ്യമാക്കുവാനിടയായി തീർന്നു. നീരുകൾ കുറഞ്ഞു വന്നുകൊണ്ടേയിരുന്നു. പക്ഷേ ഇവിടുത്തെ ഹോൾ എനിക്ക് അടയ്ക്കാൻ അത് അടയുന്നില്ല. ഡോക്ടർമാർ വിവിധ തരം സർജറികൾ പറയുവാനിടയായി തീർന്നു. കാലുകൾക്ക് 3 തരം സർജറിയാണ് പറഞ്ഞത്. പ്ലാസ്റ്റിക് സർജറി, ബോൺ മാരോ സർജറി പറയാൻ പറഞ്ഞു, പിന്നെ വേറൊരു സർജറി കൂടെ പറഞ്ഞു, പിന്നെ വയറിൻ്റെ ഭാഗത്തും വേറെ സർജറി പറഞ്ഞു. അങ്ങനെ 3 തരം സർജറി 10 ദിവസം കഴിഞ്ഞ് ഉടനെ ചെയ്യണമെന്ന് അവർ വിധി പറയുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, 10 ദിവസം ഞാൻ 5 ദിവസം വെന്റിലേറ്ററിലും 5 ദിവസം എമർജൻസി വാർഡിലുമായിട്ട് ഐസിയുമായിട്ട് ഞാൻ കിടക്കുവാനിടയായി തീർന്നു. പെട്ടെന്ന് വളരെ അതിശയകരമാണ്, ഇത്രയും ഭീകരമായ അന്തരീക്ഷത്തിൽ നിന്ന് എന്നെ 10 ദിവസത്തിനുള്ളിൽ എൻ്റെ ഭവനത്തിലേക്ക് ഡിസ്ചാർജ് ആവാൻ അത് എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ കൃപ ഒന്നും മാത്രമാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കും, എനിക്ക് അർഹതയില്ലാത്ത സ്ഥാനത്ത്, യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കാണ്, അല്ലെങ്കിൽ നമ്മളെ നിത്യദയ കൊണ്ട് നിത്യസ്നേഹം കൊണ്ട് നമ്മളെ സ്നേഹിച്ചത് കൊണ്ട് മാത്രം, നമ്മുടെ കഴിവോ മിടുക്കോ പുണ്യമോ ഒന്നുമല്ല, നമ്മൾ നിൽക്കുന്നത് ദൈവകൃപയാണ് പ്രിയപ്പെട്ട.